എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 മെറിറ്റ് കോട്ട ട്രയൽ അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള അലോട്ട്മെൻറ്റിന് ചെക്ക് ചെയ്യുന്നതിനുള്ള അവസരവും അതുപോലെ തന്നെ അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ആ ഒരു മാറ്റങ്ങൾ വരുത്തുന്നതിനുള്ള അവസരവും ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഹയർ സെക്കൻഡറിയിൽ നൽകിയിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്കകം ഈ ഒരു എഡിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ ഒരു തവണ മാത്രമാണ് എഡിറ്റ് ചെയ്ത് കൺഫേം ചെയ്യാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷയുടെ അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുകയും അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ അതായത് കാറ്റഗറി ഉൾപ്പെടെ എന്തെങ്കിലും തെറ്റുകളുണ്ടോ എന്നുള്ള കാര്യം കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ചെയ്യേണ്ടതാണ്. കാറ്റഗറി നിങ്ങളുടെ തെറ്റിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയുന്നതിനായിട്ട് വ്യൂ പ്രോസ്പെക്ടസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അപ്പൻഡിക്സ് 2 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം അപ്പൻഡിക്സ് 2 എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് കാണാം. അത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു PDF നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു PDFൽ കറക്റ്റായിട്ട് നിങ്ങളുടെ കാറ്റഗറി ഏതാണ്, നിങ്ങളുടെ കാസ്റ്റ് ഏതാണെന്നത് കറക്റ്റായിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കട്ടിയിൽ കൊടുത്തിട്ടുള്ളത് കാണാം, അതാണ് കാറ്റഗറി. ഇവിടെ കട്ടി കുറച്ച് കൊടുത്തിട്ടുള്ളത് കാണാം, ഇതാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ കാറ്റഗറി. അതുപോലെ തന്നെ നിങ്ങൾ പലരും OBC എന്ന് നൽകാറുണ്ട്. അപ്പോൾ OBC എന്നല്ല, നിങ്ങൾ കറക്റ്റായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഏതാണ് നൽകിയിട്ടുള്ളത്, അതിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇവിടെ കട്ടിയിൽ കൊടുത്തതാണ് കാറ്റഗറി. ആ ഒരു കാറ്റഗറിയിൽ ഏത് കാറ്റഗറിയിലാണ് നിങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും ആ ഒരു കാറ്റഗറി നൽകുകയും ചെയ്യുക. അതുപോലെ ഇസ്ലാം അതുപോലെ മുസ്ലിം ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികളും കാറ്റഗറി ആയിട്ട് മുസ്ലിം എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. ഇയവ, തിയ, ബില്ലാബ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവർ ETB എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ കാരണം ഓരോ വിഭാഗങ്ങൾക്കും സെപ്പറേറ്റ് സംവരണ ആനുകൂല്യം ഉള്ളത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി സീറ്റിലാണ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കാറ്റഗറി അല്ല നിങ്ങൾ സെലക്ട് ചെയ്തത് എങ്കിൽ അതിന് പകരം മറ്റേതെങ്കിലും കാറ്റഗറി സെലക്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയാലും അഡ്മിഷൻ കിട്ടാതെ വരും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന പേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ടിൻ്റെ പേജാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതിൽ ഇതുപോലെയാണ് കാണാനായിട്ട് പറ്റുക. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും, അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതുപോലെയാണ് കാണാനായിട്ട് പറ്റുക. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾക്ക് ലിങ്ക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു ഭാഗത്ത് ലിങ്കുകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അതായത് ഇവിടെ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ആ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് 3 ലിങ്കുകളാണ് കാണാൻ സാധിക്കുക. 3 അല്ല 4 ലിങ്കുകളാണ് കാണാൻ സാധിക്കുക. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതായത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, അതുപോലെ തന്നെ വ്യൂ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ്, അതുപോലെ വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നിങ്ങനെ കാണാൻ സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ നൽകുന്ന ഓപ്ഷൻസ് നിങ്ങൾ മിനിമം ഒരു 5 അല്ലെങ്കിൽ 10 ഓപ്ഷൻസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. കാരണം കുറേ ഓപ്ഷൻസ് കൊടുത്താൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയുള്ളൂ. അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക. കാരണം കുറഞ്ഞ മാർക്കാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ കുറേ ഓപ്ഷൻസ് നൽകേണ്ടതായിട്ട് വരും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ആ ഒരു കാൻഡിഡേറ്റ് ഡീറ്റെയിൽസും അതുപോലെ തന്നെ അത് ചെക്ക് ചെയ്ത് എന്തെങ്കിലും അപേക്ഷയിൽ തെറ്റുണ്ടോ എന്ന് മനസ്സിലാക്കുക. ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ നിന്നും നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് മനസ്സിലാക്കാം. വ്യൂ യുവർ റാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളതിൽ നിന്നും നിങ്ങളുടെ റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് സ്ലിപ്പ്, വ്യൂ അലോട്ട്മെൻറ്റ് സ്ലിപ്പ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു അലോട്ട്മെൻറ്റ് സ്ലിപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതിനുമുള്ള ഓപ്ഷൻസ് അതായത് അതിനുള്ള ലിങ്കും ആ ഒരു പേജിൽ കാണും. ഇനി വിദ്യാർത്ഥികൾക്ക് നേരത്തെ ഉള്ള പേജിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ നേരത്തെയുള്ള ഈ ഒരു പേജിലേക്ക് വരുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്, പ്രിൻറ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ പ്രിൻറ്റ് ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ
ഫോണിലേക്കോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്കോ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് വേണമെങ്കിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എഡിറ്റ് ആപ്ലിക്കേഷൻ ബട്ടണിൽ ഒരു തവണ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ SSLCയുടെ മാർക്ക് റീവാലുവേഷൻ ശേഷം കൂടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു കൂടിയ മാർക്ക് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. കുറഞ്ഞ മാർക്കാണെങ്കിൽ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷ ഒരു തവണ മാത്രമാണ് കൺഫേം ചെയ്യാൻ സാധിക്കുക. ഒരു തവണ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വിദ്യാർത്ഥികൾക്ക് വീണ്ടും വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിൽ പ്രത്യേകിച്ച് പ്രോബ്ലമില്ല. പക്ഷേങ്കിൽ ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അപേക്ഷ എഡിറ്റ് ചെയ്യും മുമ്പായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വേണം എന്നുള്ള കാര്യം തീരുമാനിച്ച് ഇന്ന് വൈകിട്ട് 4 മണിക്കകം തന്നെ ഈ ഒരു എഡിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം വൈകിട്ട് 5 മണിക്ക് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ഒരു സമയം തന്നെ ലിങ്ക് വെബ്സൈറ്റിൽ നിന്ന് ഒഴിവാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ എന്തെങ്കിലും അപേക്ഷയിൽ എഡിറ്റ് ചെയ്യണോ എങ്കിൽ പുതിയ ഓപ്ഷൻസ് കൊടുക്കണോ എന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിട്ട് 4 മണിക്കകം തന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുക. കാരണം പിന്നീട് സൈറ്റ് ബ്ലോക്കൊക്കെ ആകുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.